40-50 പിള്ളേരുണ്ടാവും. നിങ്ങൾ ബോസ് ആയിരിക്കും. അന്ന് നിങ്ങളോട് ഒരു പ്രസന്റേഷൻ തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവോ? ഇല്ല. നിങ്ങൾ അന്ന് എഴുന്നേറ്റ് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ ലീഡർ ആവുന്നത്. The day you start standing up, that is when you become a leader. Fatima, now you can ask me a question. ആങ്കർ ആയിരുന്നല്ലോ. അപ്പൊ ഈ മേഖലയില് മാത്സിന് കൂടുതൽ ഇഷ്ടപ്പെട്ട മേഖല ഏതായിരുന്നു? പിന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം, ഏത് മേഖല കൂടുതൽ ഇഷ്ടം? എനിക്ക് താങ്ക് യു, നല്ല ചോദ്യമാണ്, നല്ലൊരു കൈഡി. ഫാത്തിമ, എനിക്ക് ആങ്കറിങ് ഇഷ്ടമാണ്, ആക്ടിങ് ഇഷ്ടമാണ്, രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് യൂട്യൂബാണ്. ബിക്കോസ് യൂട്യൂബിൽ ശരിക്കും യു ക്യാൻ ജസ്റ്റ് ബി യുവർ സെൽഫ്. അത് ശരിക്കും ഒരു ഡിഫൈൻഡ് ആയി വരുന്നേ ഉള്ളൂ ആ ഒരു മേഖല. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ദ മോസ്റ്റ് പവർഫുൾ പ്ലാറ്റ്ഫോം അവൈലബിൾ ടു ഓൾ ഓഫ് യു. ആക്ച്വലി സിനിമ എന്ന് പറയുമ്പം അത് കുറച്ചു പേർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ആങ്കറിങ് ടി വി ആണെങ്കിലും കുറച്ചു പേർക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. പക്ഷെ ഏതൊരു ആർട്ടിസ്റ്റിനും ഈസി ആയിട്ട് സെക്കൻഡ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അവിടെ ആർക്ക് വേണമെങ്കിലും അവരുടെ കഴിവുകൾ കാണിക്കാം. പ്രേക്ഷകരാണ് അവിടെ ജഡ്ജസ്. സോ ഐ തിങ്ക് യൂട്യൂബ് ഇസ് മൈ ഫേവറേറ്റ് പ്ലാറ്റ്ഫോം നൗ. ആൻഡ് ഐ ലവ് ഓൾ ദ പ്ലാറ്റ്ഫോംസ്, ബട്ട് യൂട്യൂബ് റൈറ്റ് നൗ ഇസ് മൈ ഫേവറേറ്റ് സോഷ്യൽ മീഡിയ. She's a subscriber. Thank you. Girls ഒരാൾ വന്നു. ചെറക അവൻ ഒരു വിശാല നല്ല നല്ല ഷർട്ടടാ. സൈസ് കൂട്ട ശരിക്കും പഠിച്ച പ്രണയത്തെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം ചേച്ചി മാരേജ് ആണല്ലോ? അവര് ചോദിക്കാൻ പറഞ്ഞു, അത് നീയാണ് ചോദിക്കുന്നത്. മെയിനായിട്ട് ഞങ്ങൾക്ക് മടിയായത് അവിടെ മൈക്ക് കിട്ടിയില്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അങ്ങോട്ട് മൈക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചോദിച്ചേനെ. പ്രണയത്തെ പറ്റി എന്റെ അഭിപ്രായം, ഇപ്പൊ 2 കൊച്ചുങ്ങളായി. അതെങ്ങനെയാണെന്ന് അറിയില്ല. പ്രണയിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാം പെട്ടെന്ന്. പ്രണയം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ്. ആ സാഗരത്തിൽ ആരെങ്കിലും ചാടിയാൽ അല പോലെ നമ്മളെ അത് വലിച്ചകത്തേക്ക് കൊണ്ടുവരും. സോ ബി കെയർഫുൾ. തിരിച്ച് കിട്ടണമെങ്കിൽ 3-ാം പക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് ലവ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ടീച്ചർ ഉദ്ദേശിച്ച സ്പീച്ച് ആയിരിക്കില്ല ഇത്. പ്രണയിക്കാൻ എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് നമ്മളെ സ്നേഹിക്കുന്നത് അന്നേ നിങ്ങൾ പ്രണയിക്കാൻ പോകാവൂ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അവൻ എന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ അവൾ എന്നെ സ്നേഹിക്കും എന്ന് വിചാരിച്ചു പോയാൽ പണി കിട്ടും. നമ്മളെ സ്നേഹിക്കാം. നമുക്ക് അവരെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഐ ആം ഹാപ്പി. മറ്റൊരാളെ നമ്മൾ ഹാപ്പി ആവാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ പ്രണയം വർക്കാവുള്ളൂ. ആൻഡ് എപ്പോഴും മ്യൂച്വലി 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരുമിച്ച് മുന്നോട്ട് പോകണം. സോ ദാറ്റ് ഈസ് പ്രണയം. ആൻഡ് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങൾ ലൈഫിൽ എന്താവുന്നതിനനുസരിച്ച് യു വിൽ ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ. സോ സംടൈംസ് നമ്മൾ നമ്മുടെ ജോലിനെ പ്രണയിക്കും. കൊമേഴ്സിനെ പ്രണയിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഫിസിക്സിനെ പ്രണയിക്കുന്ന എത്ര പേരുണ്ട്? നീ ബയോളജിയാണോ? കെമിസ്ട്രിയാണ് അവന്റെ പ്രണയം. കെമിസ്ട്രിയിൽ ഒരു എന്തെങ്കിലും പറഞ്ഞാണോ? കെമിസ്ട്രിയിൽ ആ ടേബിൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? പീരിയോഡിക് ടേബിളിനെ കുറിച്ച് സിറ്റുവേഷൻ വന്നിട്ടില്ല. ഇവിടുന്ന് നോക്കിയപ്പോ ചുടിന് മാറിപ്പോയി. ദൂരത്തുനിന്ന് കണ്ടപ്പോ സത്യം ഇരുന്നപ്പോഴേ ഞാൻ ചോദിച്ചു, മെയിനായിട്ട് എനിക്ക് കണ്ടറുണ്ട്, കണ്ടുപിടിക്കണം. മനോഹരമായ ടോപ്പിക് മാറ്റിയത്. പീരിയോഡിക് ടേബിൾ ചോദിച്ചപ്പോ പുറകിൽ HOD-യിലൊക്കെയാണ് എന്നെ പോലെ ഉണ്ടെന്ന് എന്തൊക്കെയോ പറയും. എന്തായാലും ഈ കഴിവാണ് നമുക്ക് ലൈഫിൽ വേണ്ടത്. എന്തായാലും